وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم إن تجتنبوا كبائر ما تنهون عنه نكفر عنكم سيئاتكم وندخلكم مدخلا كريما رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അല്ലാഹു സുബ്ഹാനഹു തആലയെ സൂക്ഷിച്ചുകൊണ്ടും അവൻ്റെ വിധിവിലക്കുകൾ കഴിവിൻ്റെ പരമാവധി പാലിച്ചും ശ്രദ്ധിച്ചും സൂക്ഷിച്ചും ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് അർഹതക്കനുസൃതമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ സൂചിപ്പിച്ചത് വലിയ പാപങ്ങളെ പറ്റിയിട്ടാണ്. അൽ കബായിർ, മഹാപാപങ്ങളെ പറ്റിയിട്ട്. അല്ലാഹുവും റസൂലും വലിയ പാപം എന്ന് പറഞ്ഞ് എണ്ണിപ്പടിപ്പിച്ച പാപങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ അങ്ങനെ പറയാതെ വലിയ പാപങ്ങളിൽപ്പെട്ട കാര്യങ്ങളുമുണ്ട്. അതെങ്ങനെ മനസ്സിലാക്കുമെന്നാണ് നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ പഠിച്ചത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള നിവേദനത്തിൽ നമ്മൾ കേട്ടു, അൽ കബായിർ കുല്ലു ദംബിൻ ഖതമഹുല്ലാഹു തആല ബിനാരിൻ. നരകം കൊണ്ട് അള്ളാഹു അറിയിച്ചിട്ടുള്ള എല്ലാ പാപങ്ങളും, അഥവാ ഇന്നത് ചെയ്താൽ നരകമുണ്ട് എന്നറിയിച്ചിട്ടുള്ള എല്ലാ പാപങ്ങളും, ഔ ഗളബിൻ ഔ ലഅനത്തിൻ ഔ അദാബിൻ, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ കോപമോ അള്ളാഹുവിൻ്റെ ശാപമോ അള്ളാഹുവിൻ്റെ ശിക്ഷയോ പറഞ്ഞിട്ടുള്ള പാപങ്ങളുണ്ടെങ്കിൽ ആ പാപങ്ങളെല്ലാം തന്നെ മഹാപാപങ്ങളാണ്, അൽ കബായിറുകളാണ്, വലിയ പാപങ്ങളാണ്. ഒരു പാപം കഴിഞ്ഞ തവണ നമ്മൾ സൂചിപ്പിച്ചു, അൽ കബായിറുകളിൽ നിന്ന് അത് ശുഹാണ്, പിശുക്കാണ്, ബഖിലാണ്. പിശുക്ക് വലിയ പാപമാണ്. ഇനി രണ്ടാമത്തെ ഒരു വൻ പാപമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ അത് വിശദീകരിച്ച് തന്നു. മാനിഉ സകാത്തി യൗമൽ ഖിയാമത്തി ഫിന്നാർ. മാനിഉ സകാത്തി യൗമൽ ഖിയാമത്തി ഫിന്നാർ. സകാത്ത് നൽകാതെ തടഞ്ഞവൻ, സകാത്ത് കൊടുക്കാത്തവൻ, യൗമൽ ഖിയാമത്തി ഫിന്നാർ, ഖിയാമത്ത് നാളിൽ അവൻ നരകത്തിലായിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു. അപ്പോൾ അള്ളാഹു നരകം കൊണ്ട് അറിയിച്ച പാപങ്ങൾ, ആ പാപങ്ങൾ എന്താണ്? അൽ കബായിർ എന്നാണ് ഇബ്നു അബ്ബാസ്
റളിയല്ലാഹു അൻഹുമ നമ്മളെ പഠിപ്പിച്ചത്. സക്കാത്ത് കൊടുക്കാതിരിക്കുക എന്നത് ഒരു മനുഷ്യൻ അതിന് അർഹനായിട്ടും സക്കാത്ത് നൽകാതിരിക്കുക എന്നത് അൽ കബായിറുകളിൽപ്പെട്ട കാര്യമാണ്, വലിയ പാപങ്ങളിൽപ്പെട്ട കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല സക്കാത്തിനെ പറ്റി പറഞ്ഞത് സൂറത്തു തൗബയിൽ നമുക്ക് കാണാം. ഖുദ് പിടിക്കാനാണ്. ഖുദ് മിൻ അംവാലിഹിം സ്വദഖതൻ, അവരുടെ ധനത്തിൽ നിന്ന് സ്വതക്കയായി പിടിക്കുക. അവിടെ സ്വതക്ക എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് സക്കാത്തിനെയാണ്. സക്കാത്ത് എടുക്കുക, ഖുദ് പിടിച്ചെടുക്കുക അവരുടെ ധനത്തിൽ നിന്ന്. എന്തിനു വേണ്ടി? തുതഹിറുഹും വതുസക്കീഹിം, അവർ തസ്കിയത്ത് നേടുന്നതിന് വേണ്ടി, സംസ്കരിക്കപ്പെടുന്നതിന് വേണ്ടി, അവർ ശുദ്ധീകരിക്കപ്പെടുന്നതിന് വേണ്ടി. തുതഹിറുഹും, അവരെ ശുദ്ധിയാക്കുന്നതിന് വേണ്ടി. അപ്പോൾ ഒരു മനുഷ്യന്റെ വിശുദ്ധിയുടെ അടിസ്ഥാന കാര്യങ്ങളിൽ റബ്ബ് സുബ്ഹാനഹു തആല നിശ്ചയിച്ചതാണ് അവന്റെ ധനത്തിനനുസരിച്ച് അവന് സക്കാത്ത് കൊടുക്കുക എന്നുള്ളത്. ഭൂമിയിൽ വേറെ ഏത് ആരാധന ചെയ്തിട്ടും കാര്യമില്ല. ഒരു മനുഷ്യൻ അവൻ സക്കാത്ത് കണക്ക് നോക്കി കൊടുക്കുന്നില്ലെങ്കിൽ അവൻ ശുദ്ധിയാക്കപ്പെട്ടവനല്ല, അവൻ മ്ലേച്ഛമായവനാണ് എന്നാണ് റബ്ബ് സുബ്ഹാനഹു തആല നമ്മളെ പഠിപ്പിക്കുന്നത്. അള്ളാഹുവിൻ്റെ കണിശമായ നിയമമാണ്. നമ്മുടെ ധനം എന്ന് നമ്മൾ വിചാരിക്കുന്നു, നമ്മൾ ഉണ്ടാക്കിയത് എന്ന് നമ്മൾ അഭിസംബോധന ചെയ്യുന്നു. നമ്മുടെ സാമർഥ്യവും നമ്മുടെ പരിശ്രമവും നമ്മുടെ പ്ലാനുകളും ഒക്കെയാണ് നമ്മുടെ ധനത്തിൻ്റെ സ്രോതസ്, അതിൻ്റെ വരവിൻ്റെ നിധാനമെന്ന് നമ്മൾ പറയുന്നു. നമ്മളെക്കാൾ കൂടുതൽ പ്ലാൻ ചെയ്ത ആളുകൾ ഉണ്ടായിരുന്നു ഈ ലോകത്ത്. നമ്മളെക്കാൾ അധികം പരിശ്രമിച്ച പ്ലാൻ ചെയ്ത ആളുകളുണ്ടായിരുന്നു. നമ്മുടെ പ്ലാനിനേക്കാൾ വലിയ പ്ലാനുകൾ അവതരിപ്പിച്ചവരുണ്ടായിരുന്നു. നോക്കൂ, സാമ്പത്തിക ശാസ്ത്രം പഠിക്കുന്ന ഒരാൾ, അയാൾക്ക് അത്ഭുതം തോന്നുന്ന ഒരു വിഷയമുണ്ട്. ലോകത്ത് 1000 പേർ ഒരു ബിസിനസ് തുടങ്ങിയാൽ ഒരാളാണ് വിജയിക്കാൻ പോകുന്നത്. ആ ആളെങ്ങനെ വിജയിക്കുന്നു? നമ്മൾ വിചാരിക്കും, നമ്മൾ പറയും അത് അയാളുടെ വലിയ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചിന്തകളാണ്, അയാളുടെ കാലഘട്ടത്തെ മനസ്സിലാക്കിയ, മാർക്കറ്റിന് തിരിഞ്ഞിട്ടുള്ള, ക്രയവിക്രയത്തെപ്പറ്റി ബോധമുള്ള അയാളുടെ ചിന്തയാണ്. അയാളെക്കാൾ വലിയ ചിന്തകൾ അവതരിപ്പിച്ചവർ പൊളിഞ്ഞു പാളീസായിട്ടിരിക്കുകയാണ്. ഇതിൽ പടച്ചവൻ്റെ ഒരു ഇടപെടലുണ്ട്, അള്ളാഹുവിൻ്റെ ഒരു ഇടപെടലുണ്ട്. അതൊരു സത്യവിശ്വാസി മനസ്സിലാക്കിക്കൊള്ളണം. അവൻ്റെ ധനം എന്ന് പറഞ്ഞാൽ അവൻ്റേതാണ് എന്ന് വിചാരിച്ചു പോകരുത്. നമ്മളെപ്പറ്റി നമ്മൾ ചിന്തിക്കേണ്ടത്, എൻ്റെ പണം, എൻ്റെ സ്വത്ത് എന്ന് പറഞ്ഞാൽ എൻ്റേത് മാത്രമാണ്, എനിക്ക് സ്വയം അവകാശമുള്ള, പരമാധികാരമുള്ള എന്തോ ഒന്നാണ് എന്ന് നമ്മൾ ചിന്തിച്ചു പോകരുത്. റബ്ബ് സുബ്ഹാനഹു തആല പറഞ്ഞു, വഫീ അംവാലിഹിം ഹഖ്ഖുൻ ലിസ്സായിലി വൽ മഹ്റൂം. വിശ്വാസിയുടെ ധനത്തെപ്പറ്റി വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചതാ. ഹഖ്ഖുൻ ലിസ്സായിൽ, ചോദിച്ചു വരുന്നവന്, വൽ മഹ്റൂം, അതുപോലെ തന്നെ തടഞ്ഞു വെക്കപ്പെട്ടവന്, നിർധനരായിട്ടുള്ളവന്, പാവപ്പെട്ടവർക്ക് അവൻ്റെ ധനത്തിൽ ഒരു ഹക്കുണ്ട്. എൻ്റെ ധനത്തിൽ ആർക്ക് ഹക്കുണ്ട്? എനിക്ക് ഹക്കുണ്ട്, എൻ്റെ കുടുംബത്തിന് ഹക്കുണ്ട്. അതോടൊപ്പം തന്നെ ഈ രാജ്യത്ത് ജീവിക്കുന്ന ദരിദ്രന്മാർക്കും ഒരു ഹക്കുണ്ട്. നോക്കി, ഇത് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടാ. ലോകത്തൊരു മതവും ഈ കാഴ്ചപ്പാട് പഠിപ്പിച്ചിട്ടില്ല. ലോകത്തൊരു മതവും പഠിപ്പിച്ചിട്ടില്ല. ദാനം ചെയ്യാൻ പഠിപ്പിച്ചിട്ടുണ്ട്, ആളുകളെ സഹായിക്കുന്നതിൻ്റെ മഹത്വം പഠിപ്പിച്ചിട്ടുണ്ട്, ആളുകളെ ഉപകാരം ചെയ്യുന്നതിൻ്റെ ശ്രേഷ്ഠതയെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട് എല്ലാ മതങ്ങളും. പക്ഷേ മനുഷ്യനെ നോക്കിയിട്ട്, വിശ്വാസിയെ നോക്കിയിട്ട്, നിന്റെ ധനത്തിൽ നിനക്ക് മാത്രമല്ല അവകാശം, ഈ രാജ്യത്ത് ജീവിക്കുന്നവർക്ക് ഒരു ഓഹരിയുണ്ട് എന്ന് പഠിപ്പിച്ച ഒരേ ഒരു മതം ഇസ്ലാം. അതുകൊണ്ട് സക്കാത്തിന്റെ കാര്യത്തിൽ ഇസ്ലാം കണിശമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്തറിയോ? വമൻ മനഅഹ, ആരെങ്കിലും അത് തടഞ്ഞു വച്ചാൽ, തരാതെ വച്ചാൽ, ഫഇന്നാ ആഖിദൂഹ, നാം അത് പിടിച്ചെടുക്കുക തന്നെ ചെയ്യുന്നതാണ്. തടഞ്ഞു വെച്ച് തരുന്നില്ല, ഞങ്ങൾ സക്കാത്ത് തരാൻ പോണില്ല എന്ന് ആരെങ്കിലും മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും അത് വിചാരിച്ചു കഴിഞ്ഞാൽ ഞാനത് പിടിച്ചു വാങ്ങുക തന്നെ ചെയ്യും. ഇതാണ് ഇസ്ലാമിൻ്റെ രീതി. ഇസ്ലാമിക ലോകത്ത് മുസ്ലിമീങ്ങൾ സക്കാത്ത് കൊടുക്കണം, അമുസ്ലിങ്ങളായിട്ടുള്ള പൗരന്മാർ ജിസിയ കൊടുക്കണം. ജിസിയ കൊടുക്കൽ മോശമാണെന്ന് ആർക്കെങ്കിലും തോന്നുകയാണെങ്കിൽ അവർ സക്കാത്ത് കൊടുത്താലും മതി. അങ്ങനെയാണ് ഇസ്ലാമിൻ്റെ രീതി.
ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലത്ത് ചില അമുസ്ലിങ്ങൾ വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ജിസിയ തരുന്നത് ഒരു കുറച്ചിലായിട്ട് തോന്നാണ്, ഞങ്ങൾക്ക് സക്കാത്ത് കൊടുത്താൽ മതി. അദ്ദേഹം പറഞ്ഞു, ശരി, അങ്ങനെ ആയിക്കോട്ടെ, ഇനി മുതൽ നിങ്ങൾ സക്കാത്ത് തന്നാൽ മതി. പക്ഷെ അവരധികം കൊടുക്കേണ്ടി വന്നു. സക്കാത്ത് അധികമാണ്, ജിസിയ ഒരു നാമമാത്രമാണ്. ഇസ്ലാം അങ്ങനെയാണ്, കൃത്യമാണ്. ഒരു ഇസ്ലാമിക രാജ്യത്ത് ജീവിക്കുന്ന ഒരു പൗരൻ അവൻ ഇസ്ലാമിക സൊസൈറ്റിയിലേക്ക് നിർബന്ധമായും അവൻ അടക്കേണ്ട ധനമുണ്ട്. ആ ധനം പിടിച്ചെടുക്കും, ഇസ്ലാമിക ഭരണാധികാരി പിടിച്ചെടുക്കും. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് സക്കാത്ത് കൊടുക്കാതിരിക്കുന്നത് കോപിക്കപ്പെട്ട ധനമാണ് എന്നർത്ഥം. പടച്ചവന്റെ ശാപമുള്ള പണമാണ്. എത്ര അല്ല കൊടുക്കാൻ പറഞ്ഞത്? വെറും 2.5%. അത് എങ്ങനെ കൊടുക്കാൻ പറഞ്ഞത്? ഒരു ധനം നിന്റെ പക്കൽ വന്നിട്ട്, ഒരു ലാഭം നിന്റെ കയ്യിൽ വന്നിട്ട്, കുറച്ച് കാശ് നിന്റെ കയ്യിൽ വന്നിട്ട്, ഒരു വർഷക്കാലം നീ അതുമായി ജീവിച്ചിട്ട് നിന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ കഴിഞ്ഞിട്ട് ബാക്കി മിച്ചം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ മിച്ചം 590 ഗ്രാം വെള്ളിയുടെ മൂല്യത്തിന് തുല്യമാണെങ്കിൽ അതിൽ നിന്ന് 2.5% നീ സക്കാത്ത് കൊടുക്കണം. ഇത്രേ ഉള്ളൂ. 1,00,000 രൂപ എൻ്റെ കയ്യിൽ വന്നു, ഞാൻ ജീവിച്ചു, എൻ്റെ ഭക്ഷണം, എൻ്റെ മരുന്ന്, എൻ്റെ വസ്ത്രം, എൻ്റെ പാർപ്പിടം, അടിസ്ഥാന ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞു. 590 ഗ്രാം വെള്ളി, ഏകദേശം 6,000-7,000 രൂപയുടെ അടുത്ത് ബാക്കിയുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? അതിന് സക്കാത്ത് കൊടുക്കണം. അങ്ങനെയാണ്. 1,00,000 രൂപ എൻ്റെ കയ്യിൽ മിച്ചം വന്നാൽ എന്ത് വേണം? 1,00,000-ന്റെ 2.5 കൊടുക്കണം. എന്ന് പറഞ്ഞാൽ എത്രയുണ്ട്? വളരെ ചുരുങ്ങിയ ഒരു സംഖ്യയാണ് ഞാൻ സക്കാത്ത് കൊടുക്കേണ്ടത്. ആ സക്കാത്ത് കൊടുക്കാതിരിക്കാൻ നിനക്ക് അനുവാദം അള്ളാഹു നൽകിയിട്ടില്ല. ഇസ്ലാമിക കാഴ്ചപ്പാടിൽ നിനക്ക് അനുവാദം നൽകിയിട്ടില്ല. നീ സക്കാത്ത് കൊടുക്കുന്നില്ലെങ്കിൽ മുസ്ലിം സൈന്യം നിന്റെ സ്വത്ത് പിടിച്ചെടുക്കും. നീ അതിനെ എതിർക്കുകയാണെങ്കിൽ നീയുമായി മുസ്ലിം സൈന്യം യുദ്ധം ചെയ്യും. അതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. എത്രത്തോളം അറിയോ? അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഖാൽ ലമ്മ തുവഫിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇർതദ്ദത്തിൽ അറബ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായ നേരം, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖലീഫയാക്കി നിശ്ചയിക്കപ്പെടുന്ന നേരം, ഇർതദ്ദത്തിൽ അറബ്, അറബികളിൽ ചില വിഭാഗം മുർത്തദ്ദായി പോയി. എന്ന് പറഞ്ഞാൽ സക്കാത്ത് നിഷേധികളായിട്ട്, ഞങ്ങൾ ഇനി സക്കാത്ത് കൊടുക്കൂല, ഞങ്ങൾ മുഹമ്മദിന് കൊടുത്തൊരു ടാക്സാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമ, അതിനി തുടർച്ചു കൊടുക്കാൻ ഞങ്ങൾക്ക് പറ്റൂല എന്ന് പറഞ്ഞിട്ട് ചില വിഭാഗം വന്നു, മുസ്ലിങ്ങളെ കൂട്ടത്തിൽ തന്നെ. ഫഖാല ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ആ സമയത്ത് ഉമർ റളിയല്ലാഹു പറയാണ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനോട് ചോദിക്കുകയാണ്, അദ്ദേഹമാണ് ഖലീഫ. യാ അബൂബക്കർ, അല്ലയോ അബൂബക്കറെ, അതുരീദു അൻ യുഖാതിലൽ അറബ്, ഈ മുസ്ലിങ്ങളായ അറബികളുമായി താങ്കൾ യുദ്ധം ചെയ്യാൻ ഒരുങ്ങാണോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു സൈന്യത്തെ കെട്ടാണ്, സൈന്യത്തെ ശരിയാക്കാണ്. സക്കാത്ത് കൊടുക്കൂല എന്ന് പറഞ്ഞവർക്കെതിരെ സൈന്യത്തെ ശരിയാക്കാണ്. അപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു മറ്റു പറയാണ്, എന്താണ് ഈ കാണിക്കുന്നത്? ഈ മുസ്ലിങ്ങൾക്കെതിരെ, അറബികൾക്കെതിരെ താങ്കൾ യുദ്ധത്തിനൊരുങ്ങാണോ? ഫഖാല അബൂബക്കർ, ആ സമയത്ത് അബൂബക്കർ റളിയല്ലാഹു പറഞ്ഞു, ഇന്നമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലാഹുവിന്റെ റസൂൽ നിശ്ചയമായിട്ടും പറഞ്ഞിട്ടുണ്ട്, ഉമിർതു അൻ ഉഖാതില അന്നാസ ഹത്താ യശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നി റസൂലുള്ളാഹ്, നിശ്ചയമായിട്ടും ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ് ജനങ്ങളുമായിട്ട് യുദ്ധം ചെയ്യാൻ. ഹത്താ യശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ജനങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത് വരെ, വ അന്നി റസൂലുള്ളാഹ്, ഞാൻ അല്ലാഹുവിന്റെ ദൂതനാണ് എന്ന് സമ്മതിക്കുന്നത് വരെ, വയുഖീമു സ്വലാത്ത വയുഅ്തൂന സക്കാത്ത, അവർ നമസ്കാരം നിലനിർത്തുന്നത് വരെ, അവർ സക്കാത്ത് കൊടുക്കുന്നത് വരെ അവരുമായിട്ട് യുദ്ധം നിശ്ചയിക്കപ്പെട്ടാണ്. എന്ന് പറഞ്ഞാൽ ഒരു സമൂഹവുമായിട്ട് യുദ്ധം ചെയ്താൽ എപ്പോഴാണ് ആ യുദ്ധം അവസാനിപ്പിക്കുന്നത്? അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാൽ അവസാനിപ്പിക്കണം. ശത്രു ആകട്ടെ, ഏത് സൈന്യാകട്ടെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് അവർ പറഞ്ഞാൽ നിർത്തിക്കോളണം. അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറഞ്ഞാൽ നിർത്തിക്കോളണം. നിസ്കാരം അവർ നടത്തിയാൽ നിർത്തിക്കോളണം. സക്കാത്ത് കൊടുത്താൽ നിർത്തിക്കോളണം. സക്കാത്ത് അവർ കൊടുത്തിട്ടില്ലെങ്കിലോ യുദ്ധം തുടർന്നോളണം. എന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാ, വല്ലാഹി ലൗ മനഊനി അനഖം മിമ്മാ ഖാനൂ യുഅ്തൂന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വല്ലാഹി അല്ലാഹുവാണ് സത്യം, ലൗ മനഊനി അനഖൻ, അവരെനിക്കൊരു ആട്ടിൻകുട്ടിയെ നിഷേധിച്ചാൽ, ചില നിവേദനങ്ങളിൽ ഒട്ടകക്കട്ടിൽ നിന്നാണ് വന്നിട്ടുള്ളത്,
അവരെനിക്കൊരു ആട്ടിൻകുട്ടിയെ അല്ലെങ്കിൽ ഒരു ഒട്ടകക്കട്ടിൽ നിഷേധിച്ചാൽ മിമ്മാ കാനു യുഅ്തൂന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, റസൂലുള്ളാഹിന്റെ കാലത്ത് സക്കാത്തിന്റെ ഓഹരിയായിട്ട് ഒരു ചെറിയ ആട്ടിൻകുട്ടിയെയാണ് അവർ കൊടുത്തിരുന്നത്. അത് ഇനി ഞാൻ കൊടുക്കൂല എന്ന് അവർ തീരുമാനിച്ചാൽ, ഒരു ഒട്ടകക്കട്ടിലാണ് കൊടുത്തതെങ്കിൽ അതിന് കൊടുക്കൂല എന്ന് തീരുമാനിച്ചാൽ ലഉഖാതിലുഹും അലൈഹി, ഞാൻ അവരുടെ മേൽ യുദ്ധം ചെയ്യുക തന്നെ ചെയ്യും എന്ന് അബൂബക്കർ സിദ്ദീഖ് പറയാ. ഖാൽ ഉമർ പറയാ, ഖാല ഉമർ ഫലമ്മാ റഅയ്തു റഅയ അബീ ബക്രിൻ ഖദ് ശുരിഹ അലൈഹി അലിംതു അന്നഹുൽ ഹഖ്. അത് കേട്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് തോന്നി, അബൂബക്കറിന്റെ നിലപാടാണ് ശരി. അള്ളാഹു അബൂബക്കറിന് സ്ഥൈര്യവും ധൈര്യവും വിശാലതയും കൊടുത്തിരിക്കുന്നു എന്ന് മുറല്ലാൻ അവിടെ വെച്ച് ഞാൻ തിരിച്ചറിഞ്ഞു എന്ന് അദ്ദേഹം പറയാം. സക്കാത്ത് കൊടുക്കാത്തവരുമായിട്ട് യുദ്ധം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇസ്ലാം. നമ്മൾ ആലോചിച്ച് നോക്കണം, സക്കാത്ത് കൊടുക്കാത്തവരുമായി യുദ്ധം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ എത്രമാത്രം വെറുപ്പ് റബ്ബിന് സക്കാത്ത് കൊടുക്കാത്തവനോടുണ്ടാക്കും. പാവപ്പെട്ടവന്റെ ഹക്കാണ്, നിന്റെ 2.5% ചോദിക്കുന്നുള്ളൂ, നിന്റെ ഓഹരിയിലെ 2.5%. ആ 2.5% കൊടുക്കാതെ അശ്രദ്ധമായിട്ട് ജീവിക്കുന്ന മനുഷ്യന്മാർ, അവരെ പറ്റിയിട്ട് അവരോട് യുദ്ധം ചെയ്യുന്ന നിലപാടാണ് അബൂബക്കർ സിദ്ദീഖ് സ്വീകരിച്ചത്. ആദ്യ എതിർത്തെങ്കിലും അബൂബക്കറിന്റെ ഉറച്ച തീരുമാനം കണ്ടപ്പോൾ ഉമർ ഇബ്നു ഖത്താബ് പറഞ്ഞു, അതാണ് ഹക്ക്, അതാണ് സത്യം, അതാണ് നേരായ നിലപാട് എന്നെനിക്ക് ബോധ്യപ്പെട്ടു. വിശുദ്ധ ഖുർആൻ പറയാ, ഫഇൻ താബു, ചില ആളുകൾക്ക് പാപമോചനത്തെ പറ്റി പറയുമ്പോൾ, അവർക്ക് ക്ഷമിച്ചു കൊടുക്കണത്തിനെ പറ്റി പറയുമ്പോൾ ഖുർആൻ പറയാ, ഫഇൻ താബു, അവർ തൗബ ചെയ്യുകയാണെങ്കിൽ, വഅഖാമു സ്വലാത്ത, അവർ നമസ്കാരം നിലനിർത്തുകയാണെങ്കിൽ, വആതു സകാത്ത, അവർ സകാത്ത് കൊടുക്കുകയാണെങ്കിൽ, ഫഇഖ്വാനുക്കും ഫിദ്ദീൻ, അപ്പോൾ അവർ മതത്തിൽ നിങ്ങളുടെ സഹോദരങ്ങളാണ്. സകാത്ത് കൊടുത്തില്ലെങ്കിലോ അവരോട് സാഹോദര്യ ബന്ധമില്ല. അവർ സക്കാത്ത് കൊടുത്തില്ലെങ്കിൽ അവരോട് സാഹോദര്യ ബന്ധമില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല വിശ്വാസികളെ നിലപാട് വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുകയാണ്. നമ്മൾ ശ്രദ്ധിക്കാറേ ഇല്ല. നമ്മൾ ആലോചിക്കും, നമ്മുടെ വരുമാനം നമ്മൾ കണക്കൂട്ടാറുണ്ടോ? നമ്മുടെ വരുമാനം, സമ്പത്ത്, സോഴ്സ് ഉണ്ടല്ലോ, ആ സോഴ്സിൽ നിന്ന് വരുന്നത് ഒരു വർഷത്തെ നമ്മൾ കണക്കൂട്ടുകാറുണ്ട്. കച്ചവടക്കാരനാണെങ്കിൽ അവന്റെ കച്ചവടത്തിന്റെ ലാഭം, കച്ചവട വസ്തുക്കൾ, അവന് കിട്ടാനുള്ളത് മാർക്കറ്റിൽ നിന്ന് ഉറപ്പായും കിട്ടും എന്നുള്ളത്, ഇത് മൂന്നും കൂട്ടിയിട്ട് വേണം അവനൊരു ബാലൻസ് ചെയ്യിക്കാൻ. അതിന്റെ 2.5% അവന് കൊടുക്കണം. ബാങ്ക് ബാലൻസ് ഉള്ളവൻ അവന്റെ ബാങ്ക് ബാലൻസ് പരിശോധിക്കണം. എന്നിട്ട് അതിൽ എത്രയുണ്ട് അവന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ കഴിഞ്ഞ്. അടിസ്ഥാന ആവശ്യം കേട്ടോ, അവന്റെ അടിസ്ഥാന ആവശ്യമാണ്. ഭക്ഷണം പോലെ, വിദ്യാഭ്യാസം പോലെ, ചികിത്സ പോലെ അവന്റെ അടിസ്ഥാനമായ ആവശ്യങ്ങൾ. അല്ലാതെ അവനിങ്ങനെ ആർമാദിച്ചതിന്റെ ചെലവല്ല, അവനിങ്ങനെ അടിച്ചു പൊളിച്ച് ദൂർത്തടിച്ച് ജീവിച്ചതിന്റെ ചെലവല്ല, അവനിങ്ങനെ ആഴ്ചയിൽ സംഘടിപ്പിച്ച വലിയ പാർട്ടികളുടെ ബില്ലുകൾ അതിൽ നിന്ന് കുറക്കണ്ട. മനസ്സിലായോ? അടിസ്ഥാന ആവശ്യമാണ് ഇസ്ലാം പറഞ്ഞിട്ടുള്ളത്. ആ മൗലികമായ ആവശ്യങ്ങൾ കഴിഞ്ഞിട്ട് എത്രയാണ് മിച്ചുള്ളത്, അതിന്റെ 2.5%. 1,00,000-ന് 2,500 രൂപയാണ് കൊടുക്കാൻ പറഞ്ഞത്. നിങ്ങൾ മനസ്സിലാക്കി, 1,00,000 രൂപ ഉണ്ടെങ്കിൽ, അതും ഒരു കൊല്ലം കഴിഞ്ഞിട്ട് അവന്റെ കയ്യിൽ ബാക്കി ഉണ്ടെങ്കിൽ 2,500 രൂപയാണ് അവൻ കൊടുക്കേണ്ടത്. ബാക്കി 97,500 രൂപ ഹലാലായിട്ട് അവന് തിന്നാം, അവന്റെ കുടുംബത്തെ തീറ്റിക്കാം. ആ 2,500 അവന് മാറ്റിവെക്കാതെ, നീക്കിവെക്കാതെ, പാവപ്പെട്ടവന്റെ ഹക്കാണ്, അത് മറ്റുള്ളവരുടെ സമ്പാദ്യമാണ് എന്ന് അള്ള പഠിപ്പിച്ചിട്ട് അത് മാറ്റിവെക്കാതെ സ്വന്തം കുടുംബത്തെ കൊണ്ട് അത് തീറ്റിക്കുന്നവൻ ഹറാമ് തീറ്റിക്കാണെന്നുള്ളത് ഒരു ബോധം വിശ്വാസിന്റെ മനസ്സിൽ വേണം. അല്ലാഹു സുബ്ഹാനഹു വതആല പറയാം, അങ്ങനത്തെ ആളുകളെ പറ്റി പിന്നെ വിശുദ്ധ ഖുർആൻ പറഞ്ഞെന്തറിയോ, വലാ തഹ്സബന്നല്ലദീന യബ്ഖലൂന മാ ആതാഹുമുല്ലാഹു മിൻ ഫളിഹി, അല്ലാഹു അവന്റെ ഫളിൽ നിന്ന് നൽകിയത്, അഥവാ ധനം, മനസ്സിലായോ, അള്ള നൽകിയത്. ഇങ്ങനെ ഖുർആന്റെ പ്രയോഗം, എന്റെ സമ്പത്തിനെ പറ്റിയിട്ടുള്ള ഖുർആന്റെ പ്രയോഗം, എന്റെ സമ്പത്തിനെ പറ്റി എവിടെ വേണമെങ്കിലും പ്രയോഗിക്കുന്ന പ്രയോഗത്തിൽ അള്ള അവിടെ കൊണ്ടുവരും. അള്ള തന്നത്, അള്ള നൽകിയത്, അള്ള തന്നത്, അള്ള നൽകിയത്. ഇത് അള്ള തരുമ്പോഴും നൽകുമ്പോഴാണ് കിട്ടുക. അതാണ് ഞാൻ പറഞ്ഞത്, ലോകത്ത് സാമ്പത്തികമായ അവസ്ഥകൾ പരിശോധിക്കുമ്പോൾ മനുഷ്യരിലെ മഹാഭൂരിപക്ഷവും ദരിദ്രരാണ്. ഈ ലോകത്ത് മനുഷ്യരിലെ 90% ആളുകളും ദരിദ്രന്മാരാണ്. 10% ആളുകളാണ് ധനികന്മാരായിട്ട് എല്ലാ കാലത്തും ചരിത്രത്തിലുള്ളൂ. എല്ലാ കാലത്തും, ഏത് സാമ്പത്തിക വിപ്ലവം നടന്ന കാലത്തായാലും
ആളുകളിലെ 10% മാക്സിമം കണക്കെടുത്താൽ ധനികന്മാരായിട്ടുള്ള, ബാക്കി 90% ദരിദ്രന്മാരാ. അങ്ങനെയാണ് ലോകത്തിന്റെ ഇന്നോളമുള്ള ചലനം. നാളെയും അങ്ങനെ തന്നെയാണ്, നാളെയും അങ്ങനെയാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവിടെ നമ്മൾ കൃത്യമായിട്ട് തിരിച്ചറിയുക, ആ 90% കൊടുക്കേണ്ട 2.5 ഓഹരി കൂടി ഈ 10% കയ്യിലുണ്ട്. അവർ അത് കൃത്യമായി സമൂഹത്തിലേക്ക് അത് ഇറക്കുകയാണെങ്കിൽ സമൂഹത്തിന് യാതൊരു ദാരിദ്ര്യത്തിന്റെ, മനുഷ്യന്മാരുടെ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടാതെ പ്രയാസപ്പെടുന്നൊരവസ്ഥ ഉണ്ടാവൂല. എന്റേതല്ല ഈ ധനം, പിശുക്ക് പിടിക്കണ്ട. അല്ലാഹു പറയാ, പിശുക്ക് പിടിക്കണ്ട. വലാ യഹ്സബന്നല്ലദീന യബ്ഖലൂന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലി. അല്ലാഹ് അവന്റെ ഫളിലിൽ നിന്ന്, അവന്റെ ഔദാര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് തന്നതിൽ, ധനത്തിൽ നിങ്ങൾ ധനം പിശുക്ക് പിടിക്കുന്ന ആളുകൾ അവർ വിചാരിക്കാണ് വഹുവ ഖൈറുൻ ലഹും, അതവർക്ക് ഗുണമാണ് എന്നവർ വിചാരിക്കാണ്. ഇത് കൊടുക്കാതിരുന്ന അവന്റെ കയ്യിൽ തന്നെ ഇരിക്കും, അവന്റെ കാര്യങ്ങൾ നടക്കും എന്ന് വിചാരിക്കാണ്. അല്ലാഹു പറയാ, ബൽ അങ്ങനെയല്ല, ഹുവ ശർറും ലഹും, ആ പിടിച്ചു വെച്ചത് നിനക്ക് ചിന്മയാണ്, നാശമാണ്. സയുതവഖൂന മാ ബഖലൂ ബിഹി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഏതൊന്ന് നീ പിടിച്ചു വെച്ചുവോ, ഏതൊന്ന് നീ സക്കാത്ത് കൊടുക്കാതെ വെച്ചുവോ, അതുകൊണ്ട് നിന്റെ കഴുത്തിൽ അള്ളാഹു ചുറ്റിക്കും. അതിനെ ചുട്ടുപഴിപ്പിച്ച് നിന്റെ മുതുകുകളിലും നിന്റെ നെറ്റികളിലും പാർശ്വങ്ങളിലും അതല്ല ചുറ്റിക്കെടുത്തും എന്ന് റബ്ബ് സുബ്ഹാനഹു തആല പറയാം. അപ്പൊ വിശ്വാസികളോട് അല്ലാഹു പറയാ, ശിക്ഷയുണ്ട് ഈ വകുപ്പിന്, കഠിനമായ ശിക്ഷയുണ്ട്. സക്കാത്ത് കൊടുക്കാത്തവർക്ക് അല്ലാഹു സുബ്ഹാനഹു തആല എങ്ങനെയൊക്കെ ശിക്ഷിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. റസൂലുള്ളാഹിന്റെ ഹദീസിൽ കാണാം, ഈ ധനം, സക്കാത്ത് കൊടുക്കാത്ത ധനം ഒരു വലിയ സർപ്പമായി പരലോകത്തേക്ക് അവന്റെ മുമ്പിലേക്ക് വരും. എന്നിട്ട് അവനെ കടിച്ചുകൊണ്ടിരിക്കും. വിഷം അവന്റെ ശരീരത്തിൽ നിറഞ്ഞോടിക്കൊണ്ടിരിക്കും. വേദന കൊണ്ട് പുളയുന്ന അവനെ നോക്കിയിട്ട് ആ സർപ്പം പറയും, എന്നെ നിനക്ക് മനസ്സിലായോ? നീ കൂട്ടിവെച്ച, ശേഖരിച്ചു വെച്ച, നാട്ടിലെ മനുഷ്യന്മാര് അടിസ്ഥാന ആവശ്യങ്ങൾ പോലും നിർവഹിക്കാൻ പറ്റാതെ നെടാപ്പാടുപെടുന്ന സമയത്ത് നീ കൂട്ടിവെച്ച, പൂഴ്ത്തിവെച്ച നിന്റെ നിധിയാണ് കേട്ടോ ഞാൻ, നിന്റെ നിധിയാണ്. സക്കാത്ത് കൊടുക്കാതെ നീ ഒളിപ്പിച്ചു വെച്ച നിന്റെ നിധിയാണ് ഞാൻ എന്ന് പറഞ്ഞിട്ട് അവനെ ആ സർപ്പം കൊത്തിക്കൊണ്ടിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാം. ഈ ആയത്തിന്റെ തഫ്സീറിൽ, ഞാൻ ഓതിയ ഈ ആയത്തിന്റെ തഫ്സീറിൽ അവന്റെ കഴുത്തിൽ സയതവഖൂന മാ ബഖലൂ ബിഹി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അവന്റെ കഴുത്തിൽ അതിങ്ങനെ ആഭരണമായിട്ട് ചാർത്തുമെന്ന് പറഞ്ഞ ആയത്തിന്റെ ആ തഫ്സീറുകളിൽ എല്ലാ മുഫസ്സിറുകളും ഈ ഹദീസ് ഉദ്ധരിച്ചു. ആ ആഭരണം അവന്റെ കഴുത്തിൽ ചുറ്റുന്ന ഇതെന്താണ്? ഒരു സർപ്പമായിട്ടാണ് അതവന്റെ കഴുത്തിലേക്ക് വരിക എന്ന് മുഫസ്സിറുകൾ വിശദീകരിച്ചു. മാത്രമല്ല റബ്ബ് സുബ്ഹാനഹു തആല പറഞ്ഞെന്തറിയൂ? അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ കാരുണ്യത്തെപ്പറ്റി പറയുമ്പോൾ, അള്ളാഹുവിന്റെ കാരുണ്യത്തെപ്പറ്റി പറയുമ്പോൾ അല്ലാഹു പറഞ്ഞു, വറഹ്മതി വസിഅത് കുല്ല ഷൈഇൻ, എന്റെ റഹ്മത്ത്, വറഹ്മതി എന്റെ റഹ്മത്ത്, എന്റെ കാരുണ്യം, വസിഅത് കുല്ല ഷൈഇൻ എല്ലാ വസ്തുക്കൾക്കും ബാധകമാണ്, വിശാലമാണ്, എല്ലാത്തിനും വിശാലമായി നിൽക്കുകയാണ്. എന്നിട്ട് അല്ലാഹു പറയാ, ഫയക്തുബുഹാ ഫസഅക്തുബുഹാ, നിശ്ചയമായിട്ടും ഞാനത് എഴുതുന്നു, ഞാനത് എഴുതുന്നു. ആർക്ക് വേണ്ടി എഴുതുന്നു? എന്റെ കാരുണ്യത്തെ. ലില്ലദീന യത്തഖൂൻ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചവർക്ക് വേണ്ടി ആ കാരുണ്യം അല്ലാഹ് എഴുതി വെക്കുന്നു. വയുഅ്തൂന സകാത്ത്, സകാത്ത് കൊടുത്തവർക്ക് വേണ്ടി അല്ലാഹ് ആ കാരുണ്യം എഴുതി വെക്കുന്നു. വല്ലദീന ഹും ബിആയാതിനാ യുഅ്മിനൂൻ, നമ്മുടെ ആയത്തുകളിൽ ദൃഢമായി വിശ്വസിച്ചവർക്ക് ആ കാരുണ്യം ഞാൻ എഴുതി വെക്കുന്നു. അവിടെയും സകാത്ത് കൊടുത്തവൻക്ക് എഴുതി വെക്കുന്നത്. ഒരു മനുഷ്യന് സക്കാത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ പടച്ചവന്റെ കാരുണ്യം അവന് ലഭിക്കാൻ പോകുന്നില്ല. അവന്റെ ജീവിതത്തിലുടനീളം അവന്റെ പ്രയാസങ്ങളിലും പ്രശ്നങ്ങളിലും അള്ളാഹുവിനെ അവന് വിളിച്ച് തേടിയാലും അള്ളാഹ് അവനെ തിരിഞ്ഞു നോക്കണം എന്നില്ല, അള്ളാഹിന്റെ സഹായം അവന് ലഭിക്കണമെന്നില്ല. കാരണം എന്താ? അള്ളാഹ് കാരുണ്യം എഴുതി വെച്ച കൂട്ടരിൽ അവനില്ല. അള്ളാഹു അവന്റെ വിശാലമായ കാരുണ്യമുണ്ടല്ലോ, ആ കാരുണ്യം ഇന്നവർക്ക് 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 എന്ന് അള്ളാഹ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ രേഖപ്പെടുത്തിയതിൽ പണക്കാരനായ ഒരു മനുഷ്യൻ, സക്കാത്ത് കൊടുക്കാൻ അർഹനായ മനുഷ്യൻ, പക്ഷേ അവന്റെ സ്വത്തുക്കൾ നോക്കുന്നില്ല, വരുമാനം പരിശോധിക്കുന്നില്ല, അതിന്റെ 2.5% അവനിതാ പാവപ്പെട്ട മനുഷ്യന്മാർക്ക് കൊടുക്കാനുള്ള സംരംഭങ്ങളിൽ ഏർപ്പെടുന്നില്ല എങ്കിൽ അവൻ ഉറപ്പിച്ചോളൂ, അള്ളാന്റെ കാരുണ്യത്തിൽ അവൻ എഴുതപ്പെട്ടിട്ടില്ല. അവനൊരാവശ്യം വരുമ്പോൾ,
അവനൊന്ന് തേടുമ്പോ അവന്റെ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ, പ്രയാസങ്ങളിൽ ആകാശത്തേക്ക് അവന് കൈ ഉയർത്തുമ്പോ അള്ളാഹ് നോക്കാൻ പോകുന്നില്ല അവനെ, അള്ളാഹ് പരിഗണിക്കാൻ പോകുന്നില്ല അവനെ. എത്രത്തോളം എന്നറിയുമോ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, സകാത്ത് ഒരു സമൂഹം കൊടുക്കാൻ തുനിയുന്നില്ലെങ്കിൽ അള്ളാന്റെ ശിക്ഷ എപ്പൊക്കെ ഇറങ്ങും, അള്ളാന്റെ ശിക്ഷ എപ്പോഴൊക്കെ ഇറങ്ങും. ഇബ്നു മാജ ഉദ്ധരിച്ച ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മാ മനഅ ഖൗമുൻ സകാത ഇല്ലാ ഇബ്തലാഹുമുല്ലാഹു ബിസ്സിനീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ജനത മാ മനഅ ഖൗമുൻ, ഒരു ജനത പിന്നെ നിഷേധിക്കുന്നില്ല, മുടക്കുന്നില്ല, സകാത്ത് മുടക്കുന്നില്ല. ഇല്ലാ ഇബ്തലാഹുമുല്ലാഹു ബിസ്സിനീൻ, അല്ലാഹു അവരെ ക്ഷാമം കൊണ്ട് പരീക്ഷിക്കാതെ. ഒരു സൊസൈറ്റിയിൽ ഒരു സമൂഹം സക്കാത്തിനെ പറ്റി ചിന്തിക്കാതെ, സക്കാത്ത് കൊടുക്കാതെ, ആ ഒരു കൾച്ചർ ഇല്ലാതെ ഒരു സമൂഹം മാറിക്കഴിഞ്ഞാൽ അള്ളാഹു ആ ജനതയ്ക്ക് മേൽ ക്ഷാമമിറക്കും. അവരുടെ കൃഷികൾ നശിച്ചു പോകും, അവരുടെ കച്ചവടങ്ങൾ നശിച്ചു പോകും, അവരുടെ ഉപജീവന മാർഗം തകർന്നു പോകും. എന്നിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല അവരെ അങ്ങേയറ്റത്തെ ക്ഷാമത്തിലും പ്രയാസത്തിലും തിന്നാനും കുടിക്കാനും ഇല്ലാത്തവരായി അള്ളാഹു അവരെ ഭൂമിയുടെ മുകളിലൂടെ നടത്തും. ഒരു ജനത തുനിഞ്ഞാൽ, ഒരു സമൂഹത്തിന് ഈ സ്വഭാവം വന്നാൽ അത്രക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യത്തെ വെറുക്കുന്നു. സകാത്ത് കൊടുക്കാതിരിക്കുക എന്ന സ്ഥിതിവിശേഷത്തെ കണിശമായി വെറുക്കുന്നു. മാത്രമല്ല അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും പറഞ്ഞു, സുനൻ ഇബ്നു മാജയിൽ തന്നെ ഉദ്ധരിച്ച ഹദീസിൽ കാണാം, ഷെയ്ഖ് അൽബാനി ഹസനാണെന്ന് പറഞ്ഞ ഹദീസിൽ കാണാം, ദീർഘമായ ഒരു ഹദീസാണ്. അവിടെ സക്കാത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വലം യംനഉ സകാത അംവാലിഹിം, ഒരു ജനവിഭാഗം അവരെന്ത് ചെയ്യുന്നില്ല, സക്കാത്ത് തടയുന്നില്ല, അവരുടെ സ്വത്തിന് സക്കാത്ത് കൊടുക്കാതിരിക്കുകയാണ്. ഇല്ല മുനിഉൽ ഖത്ര മിനസ്സമാ, ആകാശത്ത് നിന്ന് അവർക്കല്ല മഴ ഇറക്കി കൊടുക്കുന്നത് തടയാതെ. എന്ന് പറഞ്ഞാൽ ഒരു സൊസൈറ്റി സക്കാത്ത് കൊടുക്കുന്ന സ്വഭാവമില്ലെങ്കിൽ അള്ളാഹു അവർക്ക് ആകാശത്ത് നിന്ന് മഴ ഇറക്കുന്നത് മുടക്കും. വലൗലൽ ബഹായിമു ലം യുംതർ, അവരുടെ ഇടയിൽ കന്നുകാലികളില്ലായിരുന്നെങ്കിൽ ഒരിറ്റു മഴ അവരുടെ ഭൂമിയിൽ വീടില്ലായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ മഴ പെയ്യിപ്പിക്കുന്നത് ഈ രാജ്യത്ത്, ഈ ലോകത്ത് നമുക്ക് ചുറ്റും ജീവിക്കുന്ന മൃഗങ്ങളുള്ളത് കൊണ്ടാണ്, കന്നുകാലികളുള്ളത് കൊണ്ടാണ്. അവരെന്ത് തെറ്റ് ചെയ്തു? അവർക്ക് ജീവിക്കാൻ, അവർക്ക് ദാഹജലം വേണം, അവർക്ക് കുടിക്കാൻ വെള്ളം വേണം, അതിനാ മഴ പെയ്യുന്നത്. അങ്ങനെ ഒരു ജന്തു ജീവജാലങ്ങൾ നമുക്ക് ചുറ്റുമില്ലെങ്കിൽ ആ ജനതക്കൊരിറ്റു വെള്ളം ആകാശത്തുനിന്ന് ഭൂമിയിലേക്ക് ചൊരിഞ്ഞത് അവർക്ക് കാണാൻ കഴിയില്ല. അള്ളാന്റെ ശിക്ഷ ഇറങ്ങുന്നതാണ്. അത്രത്തോളം റബ്ബ് സുബ്ഹാനഹു വ തആല പ്രകൃതിയെ കൊണ്ട് ശിക്ഷിക്കും, അതുപോലെ തന്നെ ജീവിതത്തിൽ ശിക്ഷിക്കും, ബറക്കത്ത് എടുത്ത് കളയും, അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് പുറത്താക്കും, ഇസ്ലാമിക സൈന്യം അവനിൽ നിന്ന് പിടിച്ചെടുക്കും, അവന് തന്നില്ലെങ്കിൽ അവനെ കൊന്നുകളയും, അവനുമായി യുദ്ധം നടത്തും. എല്ലാത്തിനും ഉപരി പരലോകത്ത് നരകത്തിൽ അവൻ ഏതൊന്ന് പൂഴ്ത്തിവെച്ചുവോ, സക്കാത്ത് കൊടുക്കാതെ കാത്തു സൂക്ഷിച്ചു വെച്ചുവോ, അവന്റെ നിധിയായി, അവന്റെ വരുമാനമായി, അവന്റെ അക്കൗണ്ടിൽ അവൻ നിറച്ചു വെച്ചുവോ, അത് അവനെ ഖിയാമത്ത് നാളിൽ വിഷസർപ്പമായി അവന്റെ കഴുത്തിൽ അത് ചുറ്റും അവനെ കൊത്തിക്കൊണ്ടിരിക്കും. വിഷം തീണ്ടുന്ന വേദന കൊണ്ട് അവൻ നരകത്തിൽ കിടന്ന് അട്ടഹസിക്കുമ്പോൾ അവനെ നോക്കിയിട്ട് അവന്റെ സ്വത്ത് പറയും, അവന്റെ സമ്പാദ്യം പറയും, ഞാൻ നിന്റെ സമ്പാദ്യമാണ്, കെൻസുല്ലക്, നിനക്ക് വേണ്ടിയിട്ട് നീ എടുത്തു വെച്ച നിന്റെ നിധിയാണ് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് അവനെ ശിക്ഷിക്കും. ഇങ്ങനെ എല്ലാ രൂപത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അൽ കബായിറിനെ പറ്റി പഠിപ്പിച്ചു, ഈ മഹാപാപത്തെ പറ്റി പഠിപ്പിച്ചു. സക്കാത്ത് കൊടുക്കാതിരിക്കുക. നമ്മളെ മനസ്സിൽ മഹാപാപം എപ്പോഴേതാ? വലിയ വലിയ അക്രമങ്ങൾ ചെയ്യുക, ആളുകളെ കൊന്നുകളയാ, അതാണ് മഹാപാപം. ആളുകളെ കൊന്നുകളയാ. അത് മാത്രമല്ല, അതിന് തുല്യമാണ് ആ പാപങ്ങളുടെ ശ്രേണിയിൽപ്പെട്ടതാണ് ഒരുത്തൻ അവന്റെ ധനത്തിന് സക്കാത്ത് കൊടുക്കാതിരിക്കുക എന്നുള്ളത്. റബ്ബ് സുബ്ഹാനഹു വ തആല കാത്തു സംരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ ധനത്തെ അള്ളാഹു ആവശ്യപ്പെട്ട രൂപത്തിൽ, ആവശ്യപ്പെട്ട മാർഗത്തിൽ ചെലവഴിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ തൃപ്തിയും ധനത്തിലെ ബർക്കത്തും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി വസ്സലാത്തു വസ്സലാമു അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ
نبينا الحبيب محمد وعلى آله وصحبه أجمعين أما بعد اتقوا الله عباد الله സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി അർഹതക്കനുസൃതമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. നമ്മുടെ ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് 2007 മുതൽ സക്കാത്ത് സെല്ലുകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ പ്രദേശത്തുള്ള സാമ്പത്തികമായി സ്ഥിതി മെച്ചമുള്ള ആളുകളിൽ നിന്ന് സക്കാത്ത് പിരിച്ചെടുത്ത് അതെല്ലാം കളക്ട് ചെയ്ത് വലിയ ഒരു തുകയാക്കി പാവപ്പെട്ട മനുഷ്യന്മാരുടെ ഇടയിലേക്ക് ചെന്ന് അവരുടെ ഉപജീവനത്തിന് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏർപ്പാട് വളരെ വ്യവസ്ഥാപിതമായി നമ്മുടെ പള്ളിയിൽ ആരംഭിച്ചിട്ട് ഏകദേശം 20 വർഷം ആകാൻ പോവുകയാണ്. അത്രത്തോളം ഇത് പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ വർഷം 9,34,000 രൂപയാണ് സക്കാത്തിൻ്റെ ഓഹരിയായിട്ട് പിരിഞ്ഞത്. അർഹരായ ആളുകളെ കമ്മിറ്റി മീറ്റിങ്ങുകൾ കൂടി അവരെപ്പറ്റി പഠിച്ച് അവരർഹരാണ് എന്ന് കൃത്യമായ ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് സക്കാത്ത് വിതരണം ചെയ്യുകയും അതിൻ്റെ വരവ് ചിലവ് കണക്ക് കൃത്യമായി സൂക്ഷിക്കുകയും ചെയ്യുന്ന സക്കാത്ത് സെല്ലാണ് ഇവിടെയുള്ളത്. ഞാൻ പറയുന്നത്, നമ്മളിൽ സക്കാത്ത് കൊടുക്കാൻ അർഹരായിട്ടുള്ളവർ ആരുണ്ട്? നമ്മൾ ശ്രദ്ധിക്കണം. 10.5 പവനിലധികം സ്വർണ്ണാഭരണമുള്ള സ്ത്രീ സക്കാത്ത് കൊടുക്കണം. 10.5 പവനിലധികം ആഭരണത്തിൻ്റെ ഉടമയായ പുരുഷൻ അവൻ സക്കാത്ത് കൊടുക്കണം. ഒരു സ്ത്രീക്ക് അണിയാനുള്ള ആഭരണം, സക്കാത്ത് കൊടുക്കാതെ അണിയാനുള്ള ആഭരണത്തിൻ്റെ അളവ് പറയുമ്പോൾ പണ്ഡിതന്മാർക്കിടയിൽ ഇഖ്തിലാഫുണ്ട്, അഭിപ്രായ ഭിന്നതയുണ്ടെങ്കിലും കൂടുതൽ സൂക്ഷ്മമായ അഭിപ്രായം നമുക്ക് കാണാൻ കഴിയുന്നത് അത് 10% 3 അഭിപ്രായമാണുള്ളത്. ഒന്നാമത്തെ അഭിപ്രായം, ഒരു സ്ത്രീ സ്ഥിരം ഇട്ട് നടക്കുന്ന ആഭരണം എത്ര ഉണ്ടെങ്കിലും അതിന് സക്കാത്ത് കൊടുക്കേണ്ടതില്ല. സ്ഥിരം ഇട്ട് നടക്കുന്ന അവളുടെ ആഭരണങ്ങൾ, അവളുടെ അലമാരിയിൽ എടുത്തു വെച്ചതല്ല, ഷെൽഫിൽ സൂക്ഷിച്ചതല്ല, അവൾ എപ്പോഴും ഇട്ട് നടക്കുന്ന ആഭരണം, അത് എത്ര പവനുണ്ടെങ്കിലും അണിയുന്ന ആഭരണത്തിന് സക്കാത്തില്ല എന്നൊരു വീക്ഷണം പഴയ കാലം മുതൽ ഉലമാക്കൾക്കിടയിലുണ്ട്. രണ്ടാമത്തെ വീക്ഷണം ഞാൻ ഈ പറഞ്ഞതുപോലെ 10.5 പവൻ ഒരു പെണ്ണിൻ്റെ ശരീരത്തിൽ ആഭരണമായിട്ടുണ്ടെങ്കിൽ അവൾ കൊടുക്കണ്ട. കാരണം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹുമായി ബന്ധപ്പെട്ട ഹദീസിൽ കാണാം, എപ്പോഴാണ് സ്വർണത്തിൻ്റെ സക്കാത്ത് എന്ന് പഠിപ്പിക്കുമ്പോൾ ഏകദേശം 80 ഗ്രാം വരുന്ന രൂപത്തിലുള്ള കണക്കാണ് ഹദീസുകളിൽ കാണുന്നത്. അതുകൊണ്ട് 10.5 പവൻ വരെ സ്വർണമായി ആഭരണമായിട്ടൊരു പെണ്ണിനണിയാം. അതിന് മുൻപിൽ വന്നാൽ 11 പവൻ വന്നാൽ 11 പവനും അവൾ സക്കാത്ത് കൊടുക്കണം. അല്ലാതെ 10.5ക്ക് ശേഷമുള്ള അരക്ക് കൊടുത്താൽ പോരാ. 11 പവനുണ്ടെങ്കിൽ 10.5 ഇടാലോ, ബാക്കി അരക്ക് കൊടുക്കുക, അങ്ങനെയല്ല. 11 പവനും അവൾ സക്കാത്ത് കൊടുക്കണം. 10.5 പവൻ വരെ അവൾക്ക് ആനുകൂല്യമുണ്ട്. മൂന്നാമത്തെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ, എത്രയാണോ സ്വർണം, ചെറുതാണോ കൂടുതലാണോ, അതിന് മുഴുവൻ കൊടുത്തുകൊണ്ടേയിരിക്കണം. അങ്ങനെ 3 അഭിപ്രായമാണുള്ളത്. അതിൽ ഏറ്റവും പ്രബലമായി നമുക്ക് മനസ്സിലാകുന്ന ഒരു അഭിപ്രായമാണ് ഞാൻ സൂചിപ്പിച്ചത്. ആ അഭിപ്രായം തന്നെ ശരിയായി കൊള്ളണമെന്നില്ല. ഏതായാലും അത് സക്കാത്ത് കൊടുക്കേണ്ട ആളാണ്. ഇനി കച്ചവടക്കാരനാണെങ്കിലോ, കച്ചവടത്തിൽ അവൻ്റെ ലാഭം എണ്ണണം, കണക്കാക്കണം, നോക്കണം. എന്നിട്ട് അവൻ എന്ത് ചെയ്യണം? കച്ചവടത്തിൽ അവൻ്റെ ചരക്കുകൾ, വിറ്റുപോകാൻ വെച്ചിട്ടുള്ള ചരക്കുകൾ, അതിൻ്റെ സംഖ്യ, അവന് മാർക്കറ്റിൽ നിന്ന് ഉറപ്പായും കിട്ടും എന്നുള്ള സംഖ്യ അത് കണക്കാക്കണം. അവന് കിട്ടില്ല, കടമായി കൊടുക്കേണ്ടത്, അതൊക്കെ കിഴിക്കണം. എന്നിട്ട് അവന് വർഷാവസാനം എത്ര വരുന്നു അതിന് 2.5% കൊടുക്കണം. കാർഷിക വിളകളെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, പിന്നെ കൃഷി ചെയ്യുന്ന വിളവുകൾ, ആ കൃഷി ചെയ്യുന്ന വിളവുകളിൽ നനച്ചുകൊണ്ട് അവൻ കൃഷി ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അവൻ ചെലവാക്കി വളർത്തിക്കൊണ്ടുവരുന്ന കൃഷിയാണെങ്കിൽ 5% കൊടുക്കണം. അതിൻ്റെ വിളവെടുപ്പ് സമയത്ത് ഏതാണ് വസ്തു, അതിൻ്റെ 5% കൊടുക്കണം വിളവെടുപ്പ് സമയത്ത്. അവൻ നനക്കാതെ ഇങ്ങനെ വളർന്നു വരും, പ്രത്യേകിച്ച് അവൻ്റെ ഒരു ചെലവില്ലാതെ ഇങ്ങനെ വളർന്നു വരുന്ന ഫലങ്ങളാണെങ്കിൽ 10% കൊടുക്കണം വിളവെടുപ്പ് സമയത്ത്. ആ വസ്തുവിൻ്റെ 10% മാറ്റി വെക്കണം. 100 നാളികേരുണ്ടെങ്കിൽ അതിൻ്റെ 10 നാളികേരം അവൻ്റെതല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവൻ്റെ ഔദാര്യമല്ല. നമ്മൾ ആൾക്കാർ വിചാരിക്കുക എങ്ങനെയാണ്, ഇതൊക്കെ ഔദാര്യമാണ്, 10% ഞാൻ കൊടുത്തു എന്നല്ല പറയേണ്ടത്. 10% അന്യൻ്റെത് തിന്നാതെ ഞാനും എൻ്റെ കുടുംബവും രക്ഷപ്പെട്ടു എന്നാണ് പറയേണ്ടത്. നമ്മളത് മാറ്റി പറഞ്ഞാൽ മതി. അതാണ് നമുക്കിപ്പോഴും സക്കാത്ത് എന്ന് പറയുമ്പോൾ നമ്മളൊരു ഔദാര്യമാണ്,
ആർക്കൊക്കെ കൊടുത്താൽ എത്രയൊക്കെ നമ്മൾ കണക്കൊക്കെ കൊടുത്താലും നമ്മൾ കൊടുക്കുന്നു, വേറൊരുത്തൻ വാങ്ങുന്നു. അതാണ് നമ്മളെ മനസ്സിൽ ഒരു സദക്കയെ പോലെയാണ് നമ്മൾ കരുതിയിരിക്കുന്നത്. ഒരിക്കലും അങ്ങനെ കരുതരുത്. സദക്കനെ പോലെ ഇതിനെ കരുതരുത്. നമ്മൾ കൊടുക്കുന്നു, താഴെ കൈ വാങ്ങുന്നു. അതാണ് നമ്മളെ മനസ്സിലുള്ള ചിത്രം. അതുകൊണ്ടാണ് സക്കാത്തിനെ പറ്റി മനസ്സിലാക്കുക. അങ്ങനെയല്ല നമ്മൾ വിചാരിക്കേണ്ടത്. എന്റെ സ്വത്തിലെ 2.5% ഹറാമായ സ്വത്ത് ഞാൻ ഉപേക്ഷിച്ചു, ഹലാലായ സ്വത്ത് മാത്രം എന്റെ കുടുംബത്തെ തീറ്റിച്ചു, മറ്റേത് എന്റേതല്ല. എനിക്കതിനെപ്പറ്റി സംസാരിക്കാൻ അർഹതയില്ല, എനിക്കത് ദാനമായി കണക്കാക്കാൻ പറ്റില്ല. ഇങ്ങനെ മനസ്സിൽ കരുതിയാൽ മതി. അപ്പൊ താനെ കൊടുത്തോളും. ഇത് നമ്മളെ ഔദാര്യം പോലെ നമ്മൾ കണക്കാക്കാം. അതുകൊണ്ടാണ് ഇസ്ലാമിക സൊസൈറ്റി പറഞ്ഞു, അത് കയ്യിൽ വെച്ചാൽ അവനായിട്ട് യുദ്ധം ചെയ്യും. അവന് മുസ്ലിം ആണെങ്കിലും യുദ്ധം ചെയ്യും. അത് കൊടുക്കാൻ സമ്മതിക്കില്ലെങ്കിൽ അവന് ജയിലിലടക്കും, അവന്റെ സ്വത്ത് കണ്ടുകെട്ടും. അത്ര കണിശമാണ് ഇസ്ലാമിക ഭരണകൂടം അവനോട് സ്വീകരിക്കുന്ന നിലപാട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടുത്തെ സക്കാത്ത് സെല്ലുമായി നിങ്ങൾക്ക് സഹകരിക്കാം. നമ്മൾ വ്യക്തികൾ സക്കാത്ത് കൊടുത്താൽ സ്വഹീഹാകുമോ? സ്വഹീഹാകും. ഇസ്ലാമിക രാജ്യത്ത് ബൈത്തുൽ മാലാണ് സക്കാത്ത് കളക്ട് ചെയ്യുക. സക്കാത്ത് കളക്ട് ചെയ്യാൻ ഉദ്യോഗസ്ഥരുണ്ടാവും. അവരിറങ്ങി നാട് മുഴുവൻ കളക്ട് ചെയ്ത് വലിയ സംഖ്യയാക്കി വെച്ചിട്ടാണ് പാവപ്പെട്ടവരിലേക്ക് കൊടുക്കുക. ഇസ്ലാമിക ഭരണമില്ലെങ്കിൽ ബൈത്തുൽ മാലില്ല. അപ്പൊ ചില ആളുകൾ പറയും, ബൈത്തുൽ മാലില്ലാത്ത കാലത്ത് മനുഷ്യർ ഒറ്റക്കൊറ്റക്ക് കൊടുത്താൽ മതി എന്ന് പറയും. ഒറ്റക്കൊറ്റ കൊടുത്താൽ സ്വഹീഹാവുമെങ്കിലും അതും ഒരു കൂട്ടായ്മയിലൂടെ നിർവഹിക്കുന്നതാണ് ആ ധനത്തെ ഏറ്റവും കാര്യമായി ഉപയോഗിക്കാനും പറ്റുകയുള്ളൂ, ആളുകൾക്ക് ഏറ്റവും ഉപകാരപ്പെട്ട രൂപത്തിൽ ജനങ്ങളിലേക്ക് അത് എത്തിക്കാനും പറ്റുകയുള്ളൂ. മാത്രമല്ല സക്കാത്തിന്റെ ഒരു സ്വഭാവവും അതിന് വരും. ഇസ്ലാമിക സക്കാത്തിന്റെ ഒരു സ്വഭാവം വരും. മറ്റേത് ഞാൻ നേരെ പോയി കൊണ്ടുകൊടുക്കുമ്പോൾ ഈ ആശ്രിത മനോഭാവം നിലനിൽക്കും. വാങ്ങുന്നവരും കൊടുക്കുന്നവരും അത് തമ്മിലുള്ള ഒരു വ്യത്യാസം ഉണ്ടല്ലോ, അത് നിലനിൽക്കും. പക്ഷേ സക്കാത്ത് സെല്ലാകുമ്പോൾ കൊടുക്കുന്നവൻ ആര് എന്നറിയപ്പെടില്ല. കൊടുക്കുന്നവൻ ആര് എന്നറിയാത്ത നിഷ്കളങ്കമായിട്ടുള്ള ഒരു കൈയൊഴിക്കൽ അവിടെ നടക്കും. ദാനധർമ്മം എന്നല്ല അതിനെ വിളിക്കേണ്ടത്. എൻ്റെ നരകം ഞാൻ എന്നിൽ നിന്ന് ഒഴിവാക്കി വിടുന്ന ഏർപ്പാട് എന്ന് നമ്മൾ വിചാരിക്കുക. ഇവിടുത്തെ സക്കാത്ത് സെല്ലുമായി നിങ്ങൾ സഹകരിക്കുക. നിങ്ങളുടെ സമ്പാദ്യം കണക്കാക്കിയിട്ട് നിങ്ങൾ ചെയ്യുക. ഇൻഷാ അള്ളാഹ്. സഹോദരങ്ങളെ, 1-2 കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കാനുണ്ട്. നമ്മുടെ കുസാറ്റ് പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയൊരു പ്രൊജക്റ്റ് അവിടെ നടക്കുകയാണ്. ആ പള്ളിയിൽ മായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ വരുന്ന ആളുകൾക്ക് ഇസ്ലാമികമായിട്ടുള്ള വിജ്ഞാനവും ഇസ്ലാമികമായിട്ടുള്ള ജീവിത പാഠങ്ങളും പകർന്നു നൽകുന്ന വലിയൊരു പ്രൊജക്റ്റ്. അതിനു വേണ്ടിയിട്ട് ഒരു 5 സെന്റ് സ്ഥലമെടുത്ത് ചെറിയ കുട്ടികൾക്ക് മദ്രസ സംവിധാനം, അതുപോലെ തന്നെ കുസാറ്റുമായി ബന്ധപ്പെട്ട അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഇസ്ലാമിക പഠനത്തിനും ഇസ്ലാമിക കൾച്ചറിനെ മനസ്സിലാക്കുന്നതിനുമുള്ള പഠന സംവിധാനങ്ങൾ, അതോടൊപ്പം തന്നെ ടീനേജുകാരായിട്ട് മദ്രസ വിദ്യാഭ്യാസം ലഭിക്കാതിരുന്ന ആളുകൾക്ക് അവർക്ക് മദ്രസ വിദ്യാഭ്യാസത്തിന് തുടർന്ന് മറ്റൊരു രൂപത്തിലും അവരുടെ പ്രായവും അവരുടെ ജീവിതവും കണക്കാക്കിയിട്ടുള്ള രൂപത്തിലുള്ള പദ്ധതികളുമായി വലിയ ബൃഹത്തായ ഇസ്ലാമിക സംരംഭവുമായി അത് മുന്നോട്ട് പോവാണ്. അതിനുവേണ്ടി ഒരു 5 സെന്റ് സ്ഥലം കണക്കാക്കുകയും അതെടുക്കുന്നതിന് വേണ്ടി ആളുകളുടെ നന്മയിൽ വർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെയൊക്കെ സഹായം തേടിക്കൊണ്ട് അവർ വിവിധ പ്രദേശങ്ങളിലേക്ക് പോവുകയാണ്. നമ്മുടെ പള്ളിയിൽ അവർ വന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് പുറത്ത് നിങ്ങൾ നോക്കിയാൽ അവരൊരു കാർഡുമായി അവിടെ നിൽക്കും. ആ കാർഡ് നിങ്ങൾ വാങ്ങിയാൽ അതിലൊരു QR കോഡ് കാണാം. അതിലേക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ള ഡൊണേഷൻ അവർക്ക് നൽകാം. ഞാൻ പറയുന്നത് ജാരിയായിട്ടുള്ളൊരു സദഖയാണ്, കാലങ്ങളായി നിലനിൽക്കുന്ന ഒരു സദഖയാണ്. നിങ്ങൾക്ക് സ്വന്തത്തിന് വേണ്ടി ചെയ്യാം. നിങ്ങളെ മരണപ്പെട്ടു പോയിട്ടുള്ള മാതാപിതാക്കളുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും ജാരിയായ സദഖ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഖബറുകളിലേക്ക് നിങ്ങളെക്കൊണ്ട് ഒരു പ്രകാശം എത്തിക്കാൻ, ഒരു ആശ്വാസം എത്തിക്കാൻ നിങ്ങളെക്കൊണ്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരുമായി കോൺടാക്ട് ചെയ്യുക. ആ പ്രൊജക്റ്റിനെ പറ്റി പഠിക്കുക. എന്നിട്ട് അവർക്ക് വേണ്ടുന്ന സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കുക. എല്ലാ ജാരിയായ സദഖകളിലും നമ്മുടെ ഒരു ഓഹരി എന്തെങ്കിലും ഉണ്ടാകണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് ഒരു പക്ഷേ മരിച്ച് ഖബറിൽ കിടക്കുന്ന സമയത്ത് നമുക്ക് ധാരാളം ഉപകാരപ്പെടും. അപ്പോഴാണ് ഇനിയും ചെയ്യാമായിരുന്നു എന്ന് നമുക്ക് തോന്നുക. നാം ഇത് പൂഴ്ത്തിവെച്ചതും ആരും കാണാതെ വെച്ചതൊക്കെ നമുക്കൊരു ഉപകാരവുമില്ലാതെ നമ്മിൽ നിന്ന് അകന്നു പോകുന്ന ദിവസം അതിവിദൂരമല്ലാത്ത രൂപത്തിൽ നമ്മോടൊപ്പം ഉണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മകളിലെല്ലാം തന്നെ കൂടുതൽ ഉത്സാഹത്തോടെ അതിൻ്റെ ഭാഗവാക്കാകാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മോട് ദുആകൾ കൊണ്ട് വസിയത്ത് ചെയ്ത ധാരാളം ആളുകളുണ്ട്. പ്രത്യേകിച്ച് പരീക്ഷ നടക്കുകയാണ്, വിദ്യാർത്ഥികൾ, അവർ നോമ്പുമാണ്. പല വിദ്യാർത്ഥികളും
അവർക്ക് നോമ്പെടുത്തിട്ട് പഠിക്കാനും പറ്റുന്നില്ല, എക്സാം എഴുതാൻ പറ്റുന്നില്ല, അങ്ങനത്തെ ദുഃഖങ്ങൾ പറയുന്നു. നോമ്പ് അവർ ഒഴിവാക്കാൻ സന്നദ്ധവുമല്ല. റബ്ബ് സുബ്ഹാനഹു തആല ആ നോമ്പെടുത്തിട്ട് പഠിക്കുന്ന നമ്മുടെ മക്കൾക്ക്, നമ്മുടെ കുട്ടികൾക്ക് അള്ളാഹു കാര്യങ്ങളെല്ലാം എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ. അവർക്ക് അങ്ങേയറ്റം ഈ സന്തോഷത്തോടെ സംതൃപ്തിയോടെ വളരെ എളുപ്പത്തിൽ പഠിക്കാനുള്ള പ്രത്യേകമായ തൗഫീഖ് അള്ളാഹു അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ പ്രൊട്ടക്ഷനിൽ അള്ളാഹു അവരെ വളർത്തുമാറാകട്ടെ. അവർക്ക് പിന്നീടുള്ള പഠനങ്ങളിലെല്ലാം ആ ഒരു ബർക്കത്ത് അള്ളാഹു നൽകുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു തആല അവരെ സഹായിക്കുമാറാകട്ടെ. ദുആകൾ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അവരുടെ എല്ലാ ഹലാലായ ആവശ്യങ്ങളെല്ലാം റബ്ബ് സുബ്ഹാനഹു തആല നിവർത്തി കൊടുക്കുമാറാകട്ടെ. അവർക്കെല്ലാം അവരുടെ ആഗ്രഹങ്ങൾ ഹൈറാണെങ്കിൽ അള്ളാഹു നടത്തി കൊടുക്കുമാറാകട്ടെ. നമ്മുടെ രാജ്യത്തിന് ചുറ്റും അയൽനാടുകളിൽ വലിയ കുഴപ്പങ്ങളും പ്രശ്നങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മെ നേരിട്ട് കാര്യമായിട്ട് ബാധിക്കാൻ പോകുന്ന, നമ്മുടെ സാമ്പത്തിക സുസ്ഥിതിയെ തകർത്ത് കളയാൻ പോകുന്ന, ഒരു പക്ഷേ പഴയ ദാരിദ്ര്യത്തിലേക്ക് ഈ സൊസൈറ്റി പിന്തള്ളപ്പെടാൻ അവസ്ഥ വന്നേക്കാവുന്ന വലിയൊരു യുദ്ധം നടക്കുകയാണ്. അതിന് പുറമെ നമ്മുടെ ഗൾഫ് രാജ്യങ്ങളിലുള്ള നമ്മുടെ സഹോദരങ്ങൾ അവിടെ പെട്ടുകിടക്കാണ്. അവരുടെ ജീവനും അപായപ്പെടുമോ എന്നുള്ള ഭയത്തിലാണ് നമ്മൾ. അള്ളാഹു സുബ്ഹാനഹു തആല എത്രയും പെട്ടെന്ന് ആ യുദ്ധം അവസാനിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു തആല യുദ്ധം കത്തിക്കുന്ന, യുദ്ധത്തിന് പുറകിൽ നിൽക്കുന്ന മറ്റ് രാജ്യങ്ങളുടെ പരമാധികാരത്തിന് മേൽ കടന്നു കയറി ചെമ്മാടിത്തം പ്രവർത്തിക്കുന്ന ആളുകളെ അള്ളാഹു നശിപ്പിക്കുമാറാകട്ടെ. അവരുടെ ഷർറിൽ നിന്ന് മനുഷ്യ സമൂഹത്തെ അള്ളാഹു കാത്തു സഹായിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു തആല ഈ യുദ്ധത്തിൻ്റെ കെടുതി അനുഭവിക്കുന്ന മുസ്ലിം സമൂഹത്തിനും മറ്റുള്ള സമൂഹങ്ങൾക്കും അള്ളാഹു ആശ്വാസവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ ഈ പള്ളിയിൽ ഇതുമായി ബന്ധപ്പെട്ട് പലപ്പോഴും ഞാൻ സൂചിപ്പിക്കാറുള്ളതാണ്. കുറേ ആളുകൾ അവർ നിരന്തരമായി സ്വതക്കയും മറ്റുള്ള സഹകരണങ്ങളും നൽകിയത് കൊണ്ടാണ് ഈ പള്ളി ഇങ്ങനെ ഇതിൻ്റെ സുഖങ്ങളും ഇതിൻ്റെ എളുപ്പങ്ങളും സാങ്കേതികമായ തികവുകളുമൊക്കെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. നമ്മളിപ്പോൾ ഇരിക്കുന്ന ഈ തണുപ്പ് ഇത് നമുക്ക് ചില ആളുകൾ നൽകിയതാണ്. ഇവിടുത്തെ എല്ലാതും ഇതുപോലത്തെ മനുഷ്യന്മാർ നൽകിയതാണ്. അവരിൽ ചിലരൊക്കെ മരണപ്പെട്ടു പോയി. അല്ലാഹു സുബ്ഹാനഹു തആല അവരുടെ ഖബറുകളെ സ്വർഗ്ഗപൂങ്കാവനമാക്കുമാറാകട്ടെ. നമ്മുടെ ദുആകൾ കൊണ്ട് നമുക്കവർ നൽകിയ അവരുടെ സമ്പത്തിൽ നിന്ന് അവർ നൽകിയ അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങൾക്ക് നന്ദിയായി നമ്മളെല്ലാം ഇവിടെ കൂടിയ മുസ്ലിമീങ്ങളെല്ലാം ഉയർത്തുന്ന ആമീൻ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അവരുടെ ഖബറുകൾ അള്ളാഹു വിശാലമാക്കുമാറാകട്ടെ. അവരുടെ ഖബറുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു തആല സ്വർഗ്ഗത്തിൻ്റെ സുഖം നൽകി, അതിൻ്റെ സുഗന്ധം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെയും അവരുടെ കുടുംബങ്ങളെയും അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിപ്പിക്കുമാറാകട്ടെ. ചില ആളുകൾ രോഗികളായിട്ടിരിക്കുകയാണ്, രോഗങ്ങൾ ബാധിച്ചിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു തആല അവർ നൽകിയ ഈ ദാനധർമ്മത്തിന്, നമ്മൾ അനുഭവിക്കുന്ന ഈ സന്തോഷത്തിന് അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഈ ദുആ സ്വീകരിക്കുമാറാകട്ടെ. അവർക്ക് വേണ്ടിയിട്ടുള്ള ഈ ദുആ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അവരുടെ രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു തആല അവരെ സഹായിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു തആല അവരെ സംരക്ഷിക്കുമാറാകട്ടെ. അവരുടെ എല്ലാം കച്ചവടങ്ങളിലും അവരുടെ എല്ലാം ഉപജീവനങ്ങളിലും ദാനധർമ്മത്തിൻ്റെ സകല ബർക്കത്തുകളും അള്ളാഹു നിറക്കുമാറാകട്ടെ. അവരുടെ ജീവിതത്തിലെ മുഴുവൻ അള്ളാഹു ആ പ്രകാശം വിശാലമാക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു തആല അതുപോലെ ദാനം ചെയ്യുന്ന, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പ്രവർത്തിക്കുന്ന ആളുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത التواب الرحيم آمين آمين برحمتك يا أرحم الراحمين. وآخر دعوانا الحمد لله رب العالمين والصلاة والسلام على خاتم الأنبياء والمرسلين.